അടുത്ത അക്ഷരം വാ. വായോ? കിട്ടി. വാ. നുകവാലയ നുകവാലയ യ യ യ. അല്ല, അത് തമിഴ് പാട്ടല്ലേ? അതെ, മലയാളം പാട്ടേ പാടാൻ പറ്റൂ. അങ്ങനെയൊന്നും ആരും നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വേറെ പാട്ട് പാടിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് നെഗറ്റീവ് പോയിന്റാ. ഞാനൊന്നുമില്ല നിങ്ങളോട് കളിക്കാൻ, നിങ്ങൾക്ക് ഞാൻ ജയിക്കുന്നതിലുള്ള അസൂയ. ഓ, അപ്പാടെ അടിയായല്ലോ. നിനക്കൊന്ന് മാറ്റി പാടിയാ പോരെ? വേണ്ട. ആരോ വന്നിട്ടുണ്ടല്ലോ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇതെന്താ ഇത്? ഇത്ര വലിയ ഗിഫ്റ്റ് ബോക്സോ? നല്ല ഉറപ്പില്ലുണ്ടല്ലോ. തുറന്നു നോക്കണോ? അല്ലെങ്കിൽ വേണ്ട, എല്ലാരും വിളിക്കാം. അമ്മേ, മീരാന്റി, ഒന്നിങ്ങോടി വന്നേ. എന്താ ചേച്ചി കാര്യം? നീ അതൊന്ന് നോക്കിയേ. അമ്മോ, ഇത്ര വലിയ ഗിഫ്റ്റോ? ഇത് എനിക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും. നിന്റെ ഗിഫ്റ്റോ? ചേച്ചി, ഇതെന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും. അതിന് നിന്റെ ബർത്ത്ഡേ ഒക്ടോബറിലല്ലേ? അല്ല, ഇതെന്താ? ആന്റി, ഇതെന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാ. ഒക്ടോബറിൽ ബർത്ത്ഡേ ഉള്ള നിനക്ക് ഇപ്പോഴേ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെന്താ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് നേരത്തെ കിട്ടിക്കൂടെ? നിന്റെ ബർത്ത്ഡേക്ക് മുന്നേ ഇവിടെ കുറെ ബർത്ത്ഡേസ് ഉണ്ട്. ഉണ്ണിയുടെ ബർത്ത്ഡേ ഉണ്ട്, അത് കഴിഞ്ഞ് ആന്റിയുടെ ഉണ്ട്, അത് കഴിഞ്ഞ് അമ്മയുടെ, അത് കഴിഞ്ഞ് അച്ഛന്റെ, പിന്നെ എന്റെ, അത് കഴിഞ്ഞ് അമ്മൂമ്മയുടെ, എന്നിട്ടാണ് നിന്റെ വരുക. അപ്പൊ ഇതെന്റെ ഗിഫ്റ്റ് അല്ല? ഇതാരുടെയാന്ന് ആർക്കറിയാം? ഞാനിതൊന്ന് തുറന്നു നോക്കിയാലോ? വേണ്ട ആന്റി, ഇനി വല്ല ബോംബോ മറ്റാണെങ്കിലോ? ഇത്ര വലിയ ബോംബോ? അല്ല, ഇതെന്ത് സംഭവം? ഹായ്, വലിയ ഗിഫ്റ്റ്. ഹായ്, വലിയ ഗിഫ്റ്റ്. എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അച്ഛനും അമ്മയും അയച്ചായിരിക്കും അല്ലേ? അറിയില്ല ഉണ്ണി, ഞാൻ കോളിംബെല്ലിന്റെ ശബ്ദം കേട്ടിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ ഗിഫ്റ്റ് ഉണ്ട്, പക്ഷെ ആരെയും കണ്ടില്ല. ആന്റി, ഞാൻ ഈ ഗിഫ്റ്റ് തുറന്നു നോക്കട്ടെ? അല്ല, വലിയ ഗിഫ്റ്റ് ഉണ്ണിയുടെയാ? മോനെ, മോൻ തുറന്നു നോക്കിക്കോ. എല്ലാരും വഴി മാറിക്കോ, ഉണ്ണി ഗിഫ്റ്റ് തുറക്കാൻ പോവാണേ. ചെക്കൻ്റെ ഒരു സന്തോഷം നോക്കിയട്ടെ. ഞാൻ മാറി പോരെ? ഉണ്ണി ആ റിബൺ പിടിച്ച് വലിക്കേ. ഞാൻ വലിക്കാൻ പോവാണേ. ഉണ്ണി, ഇനി മോൻ തുറന്നോ? ഞാൻ തുറന്നേ. മനുവേട്ടനോ? അല്ല മനു, നീ ആയിരുന്നു ഇതിനകത്ത്? ഈ അങ്കിളായിരുന്നല്ലേ ഇതിനകത്ത്? ഭാഗ്യം. അപ്പൊ ഉണ്ണിക്കുള്ള ഗിഫ്റ്റ് അല്ലായിരുന്നല്ലേ? അങ്കിളെ, താഴെ ഇറങ്ങ്. ഹലോ, എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? ഒരു വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ മനു. എന്നാലും മനുവേട്ടൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ മാസമേ ഇങ്ങോട്ട് വരാനിരുന്നതല്ലേ. വരാത്തതിൽ നിനക്ക് വിഷമമുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്തയാ. ഏട്ടൻ കൊറേ ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവുമോ? നമുക്ക് നാളെ പോണോ? നാളെയോ? അതേടോ, നമുക്ക് അകത്തു പോകാം, എന്നിട്ട് വിശദമായി സംസാരിക്കാം. അല്ല മീരേ, ചേച്ചിയുടെ അകത്തുണ്ട്. നമ്മൾ നാളെ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് എന്തെല്ലോ ഉണ്ടാക്കുന്ന തിരക്കില്ല. എന്നാലും മനു, ഇതെന്താ ഇത്ര പെട്ടെന്നെന്നോ? നമ്മളിതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ. ജൂണിൽ തന്നെ നീ അങ്ങോട്ട് വരാനിരുന്നതല്ലേ. അതല്ല ശരിയാ, പക്ഷെ എന്നാലും. എന്താ മീരേ, നിനക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലേ? മനുവേട്ട, അങ്ങനെയൊന്നല്ല. ഇവിടെ എല്ലാരെയും വിട്ടിട്ട് പോകാൻ ചെറിയൊരു വിഷമം. അതെനിക്കറിയാടോ. തന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച നീ അവിടെ ജോയിൻ ചെയ്യേണ്ടിയാ. അപ്പോൾ നമുക്ക് ഒരാഴ്ച സമയമുണ്ടല്ലേ. പിന്നെ ഇതിന് നാളെ തന്നെ പോന്നേ? ചെന്നൈ ജോലിക്ക് കയറാൻ നമ്മൾ ബോറിംഗ് ഓൾഡ് കപ്പിൾസ് ഒന്നല്ലല്ലോ. ഒരാഴ്ച നമ്മളവിടെ അടിച്ചു പൊളിക്കാൻ പോകുന്നു. നമുക്ക് രണ്ടാക്കും പോയി ഗോവയ്ക്ക് അടിച്ചു പൊളിക്കാന്നേ. അങ്കിളേ. എന്താ മോളെ? അങ്കിളിന് മട്ടൻ ബിരിയാണി വേണോ ചിക്കൻ ബിരിയാണി വേണോ? ഇതെന്താ ഹോട്ടലോ? അമ്മ ചോദിച്ചതാ. ചേച്ചിയോട് പറ, നമുക്ക് ഫുഡെല്ലാം പുറത്തുനിന്നാക്കാന്ന്. ഇന്ന് വൈകിട്ട് നമ്മൾ എല്ലാരും കൂടി റൗട്ടിങ് പോന്നു. എന്താ? ഹായ്, അത് പൊളിക്കും. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. അല്ല ഉണ്ണി, നീ എന്താ ദേഷ്യം പിടിച്ച പോലെ? ഞാൻ ദേഷ്യത്തിൽ തന്നെയാ. അതെന്താ ഉണ്ണി ഒരു ദേഷ്യം? എന്റെ ബർത്ത്ഡേക്ക് ഇനി വെറും 3 ദിവസമല്ലേ ഉള്ളൂ. എന്നിട്ട് രണ്ടാൾ എന്റെ ബർത്ത്ഡേ കൂടാതെ ഇവിടുന്ന് പോവല്ലേ. അതുകൊണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടാവും. ഉണ്ണിക്കുട്ട, അവിടെ നിന്നേ. എന്താ? ഇതെന്താന്നൊന്ന് നോക്കിയേ. ഇത് സ്കേറ്റിംഗ് ബോർഡല്ലേ? അതേല്ലോ, ഇതല്ലേ ഉണ്ണിക്കുട്ടൻ ഗിഫ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞേ. ഹായ്, താങ്ക് യു അങ്കിളെ. ഇപ്പൊ ഉണ്ണിക്കുട്ടന്റെ ദേഷ്യമല്ലോ മാറിയോ? ദേഷ്യോ? ആർക്ക്? അങ്കിൾ എന്റെ മുത്തല്ലേ? എന്നാ വാടോ, വന്ന് വാങ്ങിക്കേ. വന്നു. താങ്ക് യു അങ്കിളെ. ഞാൻ വേഗം പോയത് സിനുവിനെയും ചേച്ചീനെയും കാണിച്ചിട്ട് വരാം. The next day. നിങ്ങൾ എല്ലാരും എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അതന്നെ അമ്മേ, ചേച്ചി നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടേക്കല്ലേ. അല്ല, അമ്മ കരയുകയാണോ? അയ്യ, അമ്മ കണ്ണടച്ചാട്ടെ. അമ്മേ, ഞങ്ങൾ അധിക ദൂരെയൊന്നുമല്ലല്ലോ പോകുന്നേ. മാത്രവുമല്ല, ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാരും വീഡിയോ കോളും ചെയ്യല്ലോ. എന്നാലും മോളെ, ഇത്രയും നാൾ കൂടി ഉണ്ടായിട്ട്. എല്ലാ ലീവിനും ഞങ്ങൾ ഇങ്ങോട്ട് വരും, അതുപോരെ? മോനെ, ശ്രദ്ധിച്ചു പോണേടാ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ചേച്ചി. അല്ല മനു, ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം. വേണ്ടേട്ടാ, എന്റെ കൂടെ ഒരു ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവനും ഇതുപോലെ ഭാര്യയെ കൂട്ടാൻ വന്നതാ. ഞങ്ങൾ ഒന്നിച്ചിട്ട് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മോളെ മീരെ, അവിടെ എത്തിയപാടെ വിളിക്കണേ. അങ്കിളിന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? അത് പറ്റില്ല മോനെ, ടിക്കറ്റെല്ലാം എടുത്തു കഴിഞ്ഞില്ലേ. ആന്റി ഞങ്ങൾ മിസ് ചെയ്യും. ആന്റി പോണ്ട. അയ്യോ, പോകാതെ എങ്ങനെയാ മക്കളെ? ആന്റിക്ക് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യണ്ടേ? എന്നാ ഞങ്ങൾ ഇറങ്ങുന്നേ, അധികം ലേറ്റ് ആക്കുന്നില്ല. മക്കള് പോയിട്ടു വാ. അല്ല മനു, റൂമിൽ പോലും പോവാതെ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതിന് നമ്മൾ റൂമിലോട്ട് പോകുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്താ നിന്നോട് പറഞ്ഞേ? ഒരാഴ്ച നമ്മൾ അടിച്ചു വിളിക്കുന്നില്ലേ. അതുകൊണ്ട് ഞാനിവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്.
ഒരാഴ്ചത്തേക്ക് നീയും ഞാനും മാത്രമുള്ള ലോകത്ത് നമ്മൾ അടിച്ചു വിളിക്കാൻ പോകുന്നു.